വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകളുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം നിൽക്കണം. രക്ഷാപ്രവർത്തനത്തിൽ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തിനോട് പോലും സർക്കാർ അനാദരവ് കാണിച്ചെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. കേരളത്തിന്റെ ഒരു വലിയ നൊമ്പരമായി മാറിയതാണ് രാജേഷിന്റെ വിയോഗം. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. അത്തരം ഒരവസ്ഥയിലുള്ള മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ഫ്രീസർ ആംബുലൻസ് പോലും ഒരുക്കാൻ കഴിഞ്ഞില്ല. വളരെ ആശ്ചര്യകരമായൊരു സംഭവമാണ്. ഇവിടുന്ന് പുറപ്പെട്ട് പിന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ടുള്ള ദുർഗന്ധമൊക്കെ വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ചാവക്കാട് വെച്ച് ഫ്രീസർ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു വീഴ്ച മാത്രമല്ല, വലിയൊരു അനാദരവായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഈ പ്രളയസമാനമായ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് വലിയ രീതിയിലുള്ള അനാദരവ് കാട്ടിയിട്ടുണ്ട്. അതായത് ഈ ഫ്രീസർ അടക്കമുള്ള ആംബുലൻസ് നൽകാതെ അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത് ഉൾപ്പെടെയുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഈ UDF സർക്കാരിന് മേൽ ഉയരുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്? അവന്തിക, മഴക്കെടുതി നേരിടുന്ന കാര്യത്തിലും കടലിൽ കാണാതായവരെ കണ്ടെത്തുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ കണ്ണൂർ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച, ജീവൻ രക്ഷിക്കുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഇതിനെ നേരിടുകയാണ് വേണ്ടത്. ആ സമയത്ത് ഇത്തരത്തിൽ അതിന് പ്രതിപക്ഷം തയ്യാറുമാണ്. പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിൽ അറിയിച്ചതാണ്. എന്നാൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞത്. കണ്ണൂർ ചെറുപുഴയിലെ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിൽ വീഴ്ച മാത്രമല്ല ഉണ്ടായത്, വലിയ അനാദരവാണ് ആ രക്ഷാപ്രവർത്തകനോട് കാട്ടിയത്. അതോടൊപ്പം തന്നെ കടലിൽ കാണാതായ ആളുകളെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതും വീഴ്ചയാണ്. പത്തനംതിട്ടയിലെ ഈ ഒരു ജില്ലാ അവലോകന യോഗത്തിൽ നിന്നും രാഷ്ട്രീയം കണ്ടുകൊണ്ട് കോന്നി MLA മാറ്റി നിർത്തി. അത് മുൻപ് അത്തരത്തിലില്ലാത്ത ഒരു സംഭവമാണ്. ഈ രീതിയിൽ ഈ കാലവർഷത്തിൽ മഴക്കെടുതി നേരിടുന്ന കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെല്ലാം സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഈ വന്ദേ മാതരം മുഴുവനായി ആലപിക്കാനുള്ള ഉത്തരവ് RSS അജണ്ടയാണ്, അത് തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് സവർക്കറെ ഈ വീരപരിവേഷം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഈ ചോദ്യം തയ്യാറാക്കിയതും RSS അജണ്ടയാണ്. RSSയുടെ അജണ്ടയുടെ ഭാഗമായി വിദ്യാഭ്യാസ നയം UDF സർക്കാരും തയ്യാറാവുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഇത്തരത്തിൽ വീഴ്ചകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ അതിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യം കൂടി, ഇത് നേരിടുന്ന കാര്യത്തിൽ ഒപ്പമുണ്ടാകും എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് കണ്ണൂരിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവന്തി.